നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. IPLൻ്റെ താരലേലം നാളെ. മിനി ഓപ്ഷൻ ഉച്ചതിരിഞ്ഞ് ഇന്ത്യൻ സമയം 2:30 അബുദാബിയിൽ വെച്ച് നടക്കും. ഓരോ ടീമുകളുടെയും ആരാധകർ അവരുടെ നിലവിലെ സ്കോഡൊക്കെ പരിശോധിച്ച് ഇനി എന്താണ് ഓപ്ഷനിൽ എടുക്കേണ്ട സ്ട്രാറ്റജി, ഏതൊക്കെ താരങ്ങളെയാണ് തങ്ങളുടെ ടീമുകൾക്ക് ആവശ്യം, ഇതൊക്കെ ചർച്ച ചെയ്യുകയും വിലയിരുത്തുകയൊക്കെ ചെയ്യുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതുമായി ബന്ധപ്പെട്ടൊരു പ്രീ ഓപ്ഷൻ അനാലിസിസ് വീഡിയോ സീരീസ് ആരംഭിച്ചിട്ടുണ്ട്. ഒട്ടുമിക്ക ടീമുകളുടെയും ചെയ്തു കഴിഞ്ഞു. ഈ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ കുറിച്ചാണ്. SRHൻ്റെ പേഴ്സിൽ ഇനി 25.5 കോടിയാണ് ബാക്കിയുള്ളത്. 10 സ്ലോട്ടുകൾ അവൈലബിൾ ആണ്. അതിൽ 2 ഓവർസീസ് സ്ലോട്ടുകളാണ്. അവർ ഇത്തവണ കുറച്ച് താരങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. അത് ആരൊക്കെയാണെന്ന് ആദ്യം നോക്കാം. മുഹമ്മദ് ഷാമിയെ അവർ വിറ്റിട്ടുണ്ട് LSGയിലേക്ക്. ഷമി ഇപ്പോൾ ഡൊമസ്റ്റിക്കിൽ നല്ല കളിയാണേ. പിന്നെ ടൈഡയെ അവർ ഒഴിവാക്കി, സച്ചിൻ ബേബി ഒഴിവാക്കി, അഭിനവ് മനോഹർ, വിയാൻ മൽഡർ, സാംബ, സിമർജീത്ത്, ചാഹർ, ഇങ്ങനെയുള്ള താരങ്ങളൊക്കെ അവർ ഒഴിവാക്കി. പ്രധാനമായിട്ടും ടീമിൽ നിൽക്കുന്നത് ഇപ്പോൾ കമിൻസ്, ഹെഡ്, ക്ലാസന്, ഇഷാൻ കിഷന്, ഹർഷൽ പട്ടേൽ, അഭിഷേക് ശർമ്മ, നിതീഷ് കുമാർ റെഡ്ഡി, ഇതാണ് പ്രധാനമായിട്ടും അവരുടെ ഒരു കോർ എന്ന് പറയാവുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ 25.5 കോടി, 10 സ്ലോട്ടുകൾ ബാക്കി, 2 ഓവർസീസ് സ്ലോട്ടുകൾ ഫില്ല് ചെയ്യാം. തീർച്ചയായിട്ടും ഇപ്പോൾ അവർ സാംബയെയും ചാഹറിനെയും ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു ക്വാളിറ്റി സ്പിന്നറെ അവർക്ക് ആവശ്യമാണ് എന്നൊരു തോന്നൽ എന്തായാലും ഉണ്ടാവും. പക്ഷേ അവർക്ക് അവിടെ ഒരു അല്പം ചെറിയ ആശ്വാസം എന്ന് പറഞ്ഞാൽ എമർജൻസ് ഓഫ് ഷീസൻ അൻസാരി, അതുകൂടാതെ തന്നെ ഹർഷ് ട്യൂബ് റീസെൻറ്റ് ടൈംസിൽ മികച്ച രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. അതൊരു ആശ്വാസം സ്പിൻ ബൗളിങ്ങിൻ്റെ കാര്യത്തിൽ അവർക്ക് അവിടെ നൽകുന്നതുമാണ്. പിന്നെ ഒരു ഓൾറൗണ്ടറെ കൊണ്ടുവരേണ്ടതുണ്ട്, അങ്ങനെ 11 ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ അറിയാലോ, ഷമി പോയി, ഒരു ന്യൂ ബോൾ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇന്ത്യൻ പേസർ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇപ്പോൾ ഹെൻറി ക്ലാസൻ, അതുപോലെയുള്ള അവരുടെ ട്രാവിസ് ഹെഡ്, ഇങ്ങനെയുള്ള താരങ്ങൾക്കൊക്കെ ബാക്കപ്പ് എന്ന രൂപത്തിൽ വിദേശ താരങ്ങളെ അവർ നോക്കാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ നിലവിൽ അവരുടെ സ്ക്വാഡിൻ്റെ ഒരു അവസ്ഥ നമുക്ക് കൃത്യമായിട്ട് പിടികിട്ടണമെങ്കിൽ ഒരു കറണ്ട് പ്രോബിൾ 12 നോക്കാം. അപ്പോൾ എവിടെയാണ് മിസ്സിങ് നോക്കാൻ പറ്റും. നോക്കുക, അഭിഷേക് ശർമ്മ, ട്രാവിസ് ഹെഡ്, ഇഷാൻ കിഷൻ നമ്പർ 3, ദെൻ ഹെൻറി ക്ലാസൻ, ദെൻ സമഴൻ രവിചന്ദ്രൻ മിന്നും ഫോമിലേക്ക് ഇപ്പോൾ മാറിയിട്ടുണ്ട് ഡൊമസ്റ്റിക്കിലെ, ദെൻ നിതീഷ് കുമാർ റെഡ്ഡി, അനികേത് വർമ്മ, പാറ്റ് കബിൻസ്, ഹർഷ് ട്യൂബെ, ഹർഷൽ പട്ടേൽ, ഇസ്ഹാൻ മലിംഗ, പിന്നെ ഒരു ഡൊമസ്റ്റിക് പേസർ അവർക്ക് എന്തായാലും ആവശ്യമാണ്. അപ്പോൾ ഫില്ല് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഭാഗം ആ ഡൊമസ്റ്റിക് പേസറാണെന്ന് പറയേണ്ടി വരും. പിന്നെ സ്ക്വാഡിൽ വീണ്ടും താരങ്ങളുള്ളത് ജയദേവ് ഉനഡ്കഡ് ഉണ്ട്, ഷീഷൻ അൻസാരി ഉണ്ട്, ബ്രൈഡൻ കാൾസ് ഉണ്ട്, കാമിൻഡു മെൻറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും മുഹമ്മദ് ഷമിയെ ഒഴിവാക്കിയതിന് പകരം അവർക്കൊരു പേസർ ആവശ്യമാണ്. ഇപ്പോൾ ഹർഷൽ പട്ടേൽ ഉണ്ട്, ഇസ്ഹാൻ മലിംഗ ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും അവർ ഡെത്ത് ഓവർ ബോൾ ചെയ്യാൻ ഓക്കെയാണ്. പക്ഷേ ന്യൂ ബോൾ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്കൊരു പേസർ ആവശ്യമുണ്ട്. പിന്നെ നമുക്കറിയാവുന്ന കാര്യമാണല്ലോ, പവർ പ്ലേയിൽ ഏറ്റവും വേസ്റ്റ് ആയിരുന്നു അവർ 2025. അപ്പോൾ അതൊരു അവർക്കൊരു കൺസേൺ ആണ്. അപ്പോൾ അതുകൊണ്ട് അത് അവർക്ക് ഒഴിവാക്കേണ്ടതുണ്ട്. അതേസമയം ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, സമരൻ രവിചന്ദ്രൻ, അദ്ദേഹം മികച്ച രൂപത്തിൽ ഇപ്പോൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് ബാറ്റിങ്ങിൽ. സോ അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം ഇപ്പോൾ ഡൊമസ്റ്റിക്കിൽ നന്നായിട്ട് കളിക്കുന്നത് അവർക്ക് നേരിട്ട് പ്ലേയിങ് ലെവലിലേക്ക് അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താനുള്ള ഒരു സഹായകരമാവാൻ സാധ്യതയുണ്ട്. അദ്ദേഹം കളിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇനിയിപ്പോൾ ഈ ഓപ്ഷനിലെ അവരുടെ പിക്ക് അനുസരിച്ചിരിക്കും എന്തായാലും. പിന്നെ അറിയാമല്ലോ, അഭിനവ് മനോഹർ, വിയാൻ മൾഡർ, സച്ചിൻ ബേബി, അഥർവ ടൈഡെ, ഇവരൊക്കെ റിലീസ് ചെയ്തുകൊണ്ട് തന്നെ ഡൊമസ്റ്റിക് ബാറ്റേഴ്സിന് അവർക്ക് വേണം ബാക്കപ്പായിട്ട്. കൂടാതെ ഹെൻറി ക്ലാസിനും ട്രാവിസ് ഹെഡിനും ഒക്കെ ബാക്കപ്പായിട്ട് ഓവർസീസ് ബാറ്ററെയും കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ ആ ശ്രമങ്ങളൊക്കെ അവരെന്തായാലും ഓപ്ഷനിൽ നടത്തുമെന്ന് വേണം കരുതാൻ. അപ്പോൾ ഇതാണ് അവരുടെ കാര്യത്തിൽ. അപ്പോൾ അവർ പ്രധാനമായിട്ടും ടാർഗറ്റ് ചെയ്യാൻ സാധ്യതയുള്ളത് ഒന്ന് ആക്കിബ് നബി, അതുപോലെ ആകാശ് ദീപ്, അശോക് ശർമ്മ, സർഫറാസ് ഖാൻ, ദീപക് ഹൂഡ, മഹിവാൽ ലംറോർ, കാർത്തിക് ശർമ്മ, ഇങ്ങനെയുള്ള താരങ്ങളെ അവർ ടാർഗറ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഏതായാലും SRH ഒന്നുകൂടി മികവിലേക്ക് പോവേണ്ടതുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ വലിയ പ്രതീക്ഷ അവരിലുണ്ടായിരുന്നെങ്കിലും അതൊന്നും നടപ്പായില്ല. ഈ സീസണിൽ അതിന് പരിഹാരം കാണുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.